നമസ്കാരം. 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം ഈ ദിനത്തിലെ 100 വാർത്തകൾ വളരെ വേഗം. ആദ്യം പ്രധാന വാർത്തകൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദങ്ങൾക്കിടെ CPIM-നും BJP-ക്കും മുന്നറിയിപ്പുമായി പ്രതിപക്ഷ നേതാവ്. കേരളം ഞെട്ടുന്ന വാർത്ത ഉടൻ വരുമെന്ന് VD സതീശൻ. കന്റോൺമെന്റ് ഹൌസിലേക്ക് കൊണ്ടുവന്ന കാളയെ BJP ഓഫീസിന് മുന്നിൽ കെട്ടിയിടേണ്ടി വരുമെന്നും പരിഹാസം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ചർച്ച ചെയ്യാതെ KPCC നേതൃയോഗം. ഓൺലൈനായി ചേർന്ന യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യേണ്ടെന്ന് ആദ്യം തന്നെ നിർദ്ദേശം നൽകി. സമൂഹ മാധ്യമങ്ങളിലൂടെ പരസ്പരം പോരടിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും നേതൃയോഗത്തിൽ നിർദ്ദേശം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യെ VD സതീശൻ സംരക്ഷിക്കുന്നുവെന്ന് BJP നേതാവ് MT രമേശ്. ആദ്യം രാജി ആവശ്യപ്പെട്ടത് കോൺഗ്രസ് നേതാക്കളാണ്. ഇത് കേരളത്തിന്റെ പൊതുവികാരമായി മാറിയിരുന്നു. രാജി വേണ്ട എന്ന നിലപാട് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ്. ഒരു ക്രിമിനൽ എങ്ങനെ MLA ആയി തുടരുമെന്നും MT രമേശ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച ട്രാൻസ് വുമൺ അവന്തികയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അന്ന. അവന്തികയ്ക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. BJP-യാണ് അവന്തികയ്ക്ക് പിന്നിലെന്നും അന്ന 24-നോട്. ജമ്മുകശ്മീരിലെ മിന്നൽ പ്രളയത്തിൽ 4 മരണം. ഡോഡ ജില്ലയിൽ വൻ നാശനഷ്ടം. മണ്ണിടിച്ചിൽ ഉണ്ടായതിന് പിന്നാലെ വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടനം താൽക്കാലികമായി നിർത്തി. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ വൻ മണ്ണിടിച്ചിൽ. വ്യൂ പോയിന്റിനു സമീപം പാറയും മണ്ണും ഇടിഞ്ഞു വീണു. ചുരത്തിൽ വലിയ ഗതാഗതക്കുരുക്ക് രൂപപ്പെട്ടു. ചുരത്തിലെ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക പ്രഖ്യാപിച്ച അധിക തീരുവ നാളെ മുതൽ പ്രാബല്യത്തിൽ. US ഭീഷണിക്ക് വഴങ്ങില്ലെന്ന് ഇന്ത്യ. ആഭ്യന്തര ഉൽപാദനം ശക്തമാക്കാൻ പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുമെന്ന് ഇന്ത്യൻ അംബാസിഡർ വിനയ് കുമാർ. തിരുവനന്തപുരം ആര്യനാട് പഞ്ചായത്ത് അംഗത്തിന്റെ ആത്മഹത്യയിൽ CPIM-നെതിരെ കോൺഗ്രസ്. ശ്രീജ ജീവനൊടുക്കിയത് CPIM നേതാവായ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാമ്പത്തിക ക്രമക്കേട് ആരോപണത്തിന് പിന്നാലെയെന്ന് വിമർശനം. പരാതി കിട്ടിയപ്പോഴാണ് പാർട്ടി ഇടപെട്ടതെന്ന് CPIM. കേരളത്തിലേക്കുള്ള രാസലഹരി ഉറവിടം കണ്ടെത്തിയതിന് പിന്നാലെ കൂടുതൽ വിവരങ്ങൾ 24-ന്. നൈജീരിയൻ സംഘം ഇന്ത്യയിലെത്തിയത് വീസ ഇല്ലാതെ. നുഴഞ്ഞുകയറ്റ വിവരങ്ങൾ കേന്ദ്ര ഏജൻസിക്ക് കൈമാറും. ADGP MR അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കിയ റിപ്പോർട്ട് തള്ളിയ വിജിലൻസ് കോടതി ഉത്തരവിൽ ചോദ്യങ്ങളുമായി ഹൈക്കോടതി. മാജിസ്ട്രേറ്റ് കോടതി നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്ന് നിരീക്ഷണം. പൂരം കലക്കൽ വിവാദത്തിൽ MR അജിത് കുമാറിനെതിരെ കടുത്ത നടപടി ഉണ്ടാകില്ല. പാലിയേക്കരയിൽ ടോൾ പിരിവ് തുടരാൻ അനുവദിക്കണമെന്ന ദേശീയപാത അതോറിറ്റിയുടെ ആവശ്യം തള്ളി ഹൈക്കോടതി. ഗതാഗതക്കുരുക്ക് പരിഹരിച്ചെന്ന വാദം അംഗീകരിച്ചില്ല. തിരഞ്ഞെടുപ്പ് വർഷത്തിൽ ജനകീയമാകാൻ സംസ്ഥാന സർക്കാർ. ജനങ്ങളുടെ പരാതികളും അഭിപ്രായങ്ങളും മുഖ്യമന്ത്രിയെ അറിയിക്കാൻ പുതിയ സംവിധാനം. മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിക്ക് നൽകിയ കുറിപ്പിന്റെ പകർപ്പ് 24-ന്. പൊന്നോണത്തിന്റെ വരവറിയിച്ച് ചരിത്ര പ്രസിദ്ധമായ തൃപ്പൂണിത്തുറ അത്തച്ചമയം. തൃപ്പൂണിത്തുറ ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച അത്തച്ചമയ ഘോഷയാത്ര നടൻ ജയറാം ഫ്ളാഗ് ഓഫ് ചെയ്തു. കോഴിക്കോട് വിജിൽ കൊലപാതക കേസിൽ പ്രതികളുമായി തെളിവെടുപ്പ് തുടങ്ങി. അന്വേഷണം വഴിതെറ്റിക്കാൻ പ്രതികൾ ഉപേക്ഷിച്ച വിജിലിന്റെ ബൈക്ക് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പോലീസ് കണ്ടെത്തി. നാളെ പ്രതികളുമായി വിജിലിനെ കുഴിച്ചുമൂടിയ സ്ഥലത്ത് തെളിവെടുപ്പ് നടക്കും. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ പ്രതിരോധം കടുപ്പിച്ച ആരോഗ്യവകുപ്പ്. ജനകീയ ക്യാമ്പയിനിലൂടെ രോഗവ്യാപനം തടയുകയാണ് ആരോഗ്യവകുപ്പിന്റെ ലക്ഷ്യം. സംസ്ഥാന സർക്കാരിന്റെ സൗജന്യ ഓണക്കിറ്റ് വിതരണം തുടങ്ങി. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് ഭക്ഷ്യമന്ത്രി GR അനിൽ നിർവഹിച്ചു. തുണിസഞ്ചി ഉൾപ്പെടെ 15 സാധനങ്ങളടങ്ങിയ 6 ലക്ഷത്തിലേറെ ഭക്ഷ്യക്കിറ്റുകളാണ് നൽകുക. തമിഴക വിക്ടറിക്കഴകം നേതാവ് വിജയുടെ ബൗൺസേഴ്സിനെതിരെ പരാതിയുമായി യുവാവ്. TVK സമ്മേളനത്തിനിടെ ക്രൂരമായി മർദ്ദിച്ചുവെന്ന് പരാതി. സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ മഴ സജീവമാകാൻ സാധ്യത. വടക്കൻ കേരളത്തിൽ ഇന്ന് ഭേദപ്പെട്ട മഴ ലഭിച്ചു. നിയമസഭ പാസാക്കിയ ബില്ലുകൾ തടഞ്ഞുവെക്കാനുള്ള ഗവർണറുടെ അധികാരത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് സുപ്രീം കോടതി. നിയമത്തിന്റെ ഇത്തരം വ്യാഖ്യാനത്തിൽ ആശങ്കയുണ്ടെന്ന് കോടതി പറഞ്ഞു. RSS ഗണഗീതം ആലപിച്ചതിൽ മാപ്പ് പറഞ്ഞ് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. RSSനെ പുകഴ്ത്തലായിരുന്നില്ല തന്റെ ലക്ഷ്യം. ജനിച്ചപ്പോൾ മുതൽ കോൺഗ്രസുകാരനാണ് എന്നും DK ശിവകുമാർ.
കണ്ണൂർ സർവകലാശാല കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFIക്ക് നേട്ടം. പയ്യന്നൂർ കോളേജ്, SN കോളേജ്, ബ്രണ്ണൻ കോളേജ് എന്നിവിടങ്ങളിൽ SFI മുഴുവൻ സീറ്റുകളും വിജയിച്ചു. സിനിമയിലെ നഷ്ടക്കണക്ക് ഇനി പുറത്തുവിടില്ലെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. അഭിനേതാക്കളുടെ പ്രതിഫലം സംബന്ധിച്ച് അമ്മ സംഘടനയിൽ നൽകിയ കത്ത് ഉടൻ പരിഗണിക്കുമെന്ന് പുതിയ ഭരണസമിതി ഉറപ്പു നൽകിയതായി നിർമ്മാതാക്കളുടെ സംഘടന വ്യക്തമാക്കി. കൊല്ലം കൊട്ടാരക്കരയിൽ തെരുവുനായയുടെ കടിയേറ്റയാൾ പേവിഷബാധയേറ്റു മരിച്ചു. കൊട്ടാരക്കര പെരുങ്കുളം സ്വദേശി ബിജുവാണ് മരിച്ചത്. സ്വകാര്യ വിദേശ സന്ദർശനത്തിന് സർക്കാർ പണം ദുരുപയോഗം ചെയ്തുവെന്ന കേസിൽ ശ്രീലങ്കൻ മുൻ പ്രസിഡന്റ് റനിൽ വിക്രമസിംഗെയ്ക്ക് ജാമ്യം. കഴിഞ്ഞ വെള്ളിയാഴ്ച ശ്രീലങ്കൻ CID അറസ്റ്റ് ചെയ്ത വിക്രമസിംഗെ റിമാൻഡിലായിരുന്നു. മലപ്പുറം പെരിന്തൽമണ്ണയിൽ യുവാവിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി ക്രൂരമായി മർദ്ദിച്ച 4 അംഗ സംഘം പിടിയിൽ. കുന്നപ്പള്ളി സ്വദേശി സുരേഷിനാണ് മർദ്ദനമേറ്റത്. എറണാകുളം പെരുമ്പാവൂരിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ കുട്ടി പ്രസവത്തോടെ മരിച്ചതാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, മൃതദേഹത്തോട് അനാദരവ് എന്നീ വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. മലപ്പുറത്ത് വ്യാജ വെളിച്ചെണ്ണ പിടികൂടി. 1965 ലിറ്റർ വെളിച്ചെണ്ണയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പിടിച്ചെടുത്തത്. 765 ലിറ്റർ വ്യാജ വെളിച്ചെണ്ണ നിർമ്മിച്ച തിരൂരങ്ങാടിയിലെ വെളിച്ചെണ്ണ നിർമ്മാണ യൂണിറ്റ് അടപ്പിച്ചു. കോഴിക്കോട് പേരാമ്പ്രയിൽ സ്വകാര്യ ബസ്സിടിച്ച് വിദ്യാർത്ഥി മരിച്ച കേസിൽ ഒമേഗ ബസിന്റെ പെർമിറ്റ് 3 മാസത്തേക്ക് റദ്ദാക്കി. കലക്ടറേറ്റിൽ ചേർന്ന റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി യോഗത്തിൽ ജില്ലാ കലക്ടർ ഉത്തരവിട്ടു. പാലക്കാട് ബാധയൊഴിപ്പിക്കാൻ പൂജ ചെയ്തതിന്റെ പേരിലുണ്ടായ സംഘർഷത്തിൽ 4 പേർ പിടിയിൽ. പൂജാരിയും ബാധ ഒഴിപ്പിക്കാൻ എത്തിയവരും തമ്മിലാണ് സംഘർഷമുണ്ടായത്. കോട്ടയം പാലായിൽ ഓണാഘോഷത്തിന് ഇടയിൽ കടന്നൽക്കൂട് ഇളകി. 100ഓളം വിദ്യാർത്ഥികൾക്കും അധ്യാപകനും കുത്തേറ്റു. പാലാ സെയിന്റ് ജോസഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയിലാണ് അപകടമുണ്ടായത്. ആലപ്പുഴയിൽ ക്രിക്കറ്റ് ബാറ്റിനുള്ളിൽ കഞ്ചാവ് കടത്ത്. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ 2 യുവാക്കൾ പിടിയിലായി. 15 കിലോയോളം കഞ്ചാവാണ് കടത്താൻ ശ്രമിച്ചത്. കാസർഗോഡ് ചാലിങ്കാളിൽ പെരിയ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ബസ് മൺതിട്ടയിൽ ഇടിച്ചു. നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. പട്ടികജാതി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് വ്യക്തിഗത പഠനമുറി സൗകര്യവുമായി സർക്കാർ. 5 മുതൽ 12 ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വീടിനോട് ചേർന്ന് പഠനമുറി ഒരുക്കുന്നതിന് 2 ലക്ഷം രൂപ വരെ അനുവദിക്കും. ലൈംഗിക അധിക്ഷേപ പരാതിയെ തുടർന്ന് കൊല്ലം ചവറ കുടുംബ കോടതി ജഡ്ജിക്ക് സസ്പെൻഷൻ. ജഡ്ജി V ഉദയകുമാറിനെയാണ് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തത്. 100 ന്യൂസിലേക്ക് തിരികെ. കേരളത്തിലെ പ്രധാന വാർത്തകൾ. ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസിൽ ഗർഭസ്ഥ ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ തമിഴ്നാട് സ്വദേശിനിയെ കേന്ദ്രീകരിച്ച് അന്വേഷണം. S3, S4 കോച്ചുകളിൽ സഞ്ചരിച്ച മുഴുവൻ യാത്രക്കാരുടെയും മൊഴിയെടുത്തു. വയനാട് ബത്തേരിയിൽ BJP നേതാവ് PC മോഹനന്റെ വീട്ടിൽ മോഷണം വാതിലിന് തീയിട്ട്. 6 ദിവസമായി വീട്ടുകാർ ഇവിടെ ഉണ്ടായിരുന്നില്ല. കോട്ടയം ചങ്ങനാശ്ശേരിയിൽ ലഹരി വസ്തുക്കളുമായി യുവാവ് പിടിയിൽ. 10 ഗ്രാം MDMAയും 1 കിലോ കഞ്ചാവും പിടികൂടി. തിരുവനന്തപുരം അമരവിളയിൽ കഞ്ചാവ് വേട്ട. 3 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശി പിടിയിൽ. കോഴിക്കോട് താമരശ്ശേരിയിൽ മയക്കുമരുന്ന് വേട്ട. 55 ഗ്രാം MDMAയുമായി 2 പേർ പിടിയിൽ. എറണാകുളത്ത് മദ്യലഹരിയിൽ 3 അംഗ സംഘത്തിന്റെ അപകടയാത്ര. ഇരുചക്ര വാഹനങ്ങളെയും ആളുകളെയും ഇടിച്ചു തെറിപ്പിച്ചാണ് സംഘം കാറിൽ യാത്ര ചെയ്തത്. കളമശ്ശേരി സെയിന്റ് ജോസഫ്സ് കിൻഡർ ഗാർഡനിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ സിസ്റ്റർ അർഷിത, പ്രഥമാധ്യാപിക സിസ്റ്റർ ലിസെറ്റ തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരുവാതിരക്കളി, വള്ളംകളി, പുലിക്കളി, ഓണപ്പാട്ട് തുടങ്ങിയ കലകൾ ഓണാഘോഷത്തിന്റെ ഭാഗമായി ഉണ്ടായി. മത്സരങ്ങളിൽ വിജയിച്ച കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകി. എറണാകുളത്ത് സദാചാര ആക്രമണമെന്ന് പരാതി. പെൺസുഹൃത്തിനെ ഹോസ്റ്റലിൽ ആക്കാനെത്തിയ യുവാവിനെ ആൾക്കൂട്ടം ക്രൂരമായി മർദ്ദിച്ചുവെന്ന് പരാതി. കാസർഗോഡ് അമൂല്യ പുരാവസ്തു ശേഖരം കണ്ടെത്തി. പാലക്കുന്നിലെ അടച്ചിട്ട വീട്ടിലാണ് പുരാവസ്തു ശേഖരം കണ്ടെത്തിയത്. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ അപകടമുണ്ടായത് ചുരം 1-ാം വളവിന് സമീപം പിക്കപ്പ് വാൻ കാറിന്റെ പിറകിലിടിച്ച്. ആലപ്പുഴ ചേർത്തലയിൽ മദ്യലഹരിയിൽ പിതാവിനെ മർദ്ദിച്ച സംഭവത്തിൽ മക്കൾ അറസ്റ്റിലായത് പുതിയകാവ് സ്വദേശികളായ അഖിൽ, നിഖിൽ എന്നിവർ.
പത്തനംതിട്ടയിൽ മദ്യലഹരിയിൽ സഹോദരങ്ങൾ തമ്മിൽ സംഘർഷം. സഹോദരനെ കുത്തിപ്പരിക്കേൽപ്പിച്ച അജിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മുൻ അക്കൗണ്ടന്റ് ജനറൽ ജെയിംസ് ജോസഫ് അന്തരിച്ചു. 76 വയസ്സായിരുന്നു. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് തിരുവനന്തപുരത്ത് ചികിത്സയിലായിരുന്നു. വെന്നീസ് കോർപ്പറേറ്റീവ് ട്രാവൽ ഡിവിഷന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച ബോൾഗാട്ടി ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിൽ നടക്കും. വ്യവസായ മന്ത്രി പി രാജീവ് മുഖ്യ അതിഥിയാകും. സംവിധായകൻ ലാൽ ജോസ് പങ്കെടുക്കും. നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വിയപുരം ചുണ്ടനുമായി സഹകരിക്കാൻ രുചിയിലൂടെ മലയാളി ഹൃദയങ്ങൾ കീഴടക്കിയ ഈസ്റ്റേൺ. വിയപുരം ചുണ്ടന്റെ പ്രധാന സ്പോൺസറായി ഈസ്റ്റേൺ. നെഹ്റു ട്രോഫിയിൽ പായിപ്പാടൻ ചുണ്ടൻ തുഴയാൻ കുമരകം ടൗൺ ബോട്ട് ക്ലബ്. അച്ചയൻസ് ഗോൾഡ് ഉടമ ടോണി വർക്കിച്ചനാണ് ക്യാപ്റ്റൻ. മലപ്പുറം തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ കുട്ടികളടക്കം 5 പേർ ലിഫ്റ്റിൽ കുടുങ്ങി. ലിഫ്റ്റ് പൊളിച്ച് കുട്ടികളെ രക്ഷപ്പെടുത്തി. യുവധാര സാംസ്കാരിക സമിതിയുടെ സ്നേഹധാര പദ്ധതി പാറശാല MLA CK ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കുള്ള അനുമോദന യോഗവും നടന്നു. തൃശൂർ പട്ടിക്കാട് പിക്കപ്പ് വാനുകൾ കൂട്ടിയിടിച്ച് അപകടം. അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റത് നാഗപട്ടണം സ്വദേശി ചന്ദ്രകുമാരന്. നെഹ്റു ട്രോഫി വള്ളംകളി പ്രമാണിച്ച് ആലപ്പുഴ മാവേലിക്കര താലൂക്കിനും അവധി പ്രഖ്യാപിച്ചു. പ്രാദേശിക അവധിയിൽ നിന്ന് ഒഴിവാക്കിയതിൽ പ്രതിഷേധം ഉയർന്നിരുന്നു. പാലക്കാട് ഷൊർണൂരിൽ സ്കൂൾ വിദ്യാർത്ഥിക്ക് തെരുവുനായയുടെ കടിയേറ്റു. ആക്രമണം സ്കൂളിൽ നിന്ന് പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകും വഴി. തിരുവനന്തപുരം കന്യാകുമാരി ദേശീയപാതയിൽ പ്ലാമൂട്ടിൽ നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് ഇടിച്ചുകയറി. 2 ബൈക്കുകളിൽ ഇടിച്ച ശേഷമാണ് കാർ കടയിലേക്ക് പാഞ്ഞുകയറിയത്. കോട്ടയം ഇല്ലിക്കൽ കല്ലിൽ മൃതദേഹം കണ്ടെത്തി. മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കം. ഇല്ലിക്കൽ കല്ല് ടൂറിസം കേന്ദ്രത്തിന്റെ ടിക്കറ്റ് കൗണ്ടറോട് ചേർന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. കോഴിക്കോട് ഉള്ളിയേരിയിൽ ലാബ് ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പിടിയിലായ പരപ്പനങ്ങാടി സ്വദേശി മുഹമ്മദ് ജാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. അറസ്റ്റ് ജീവനക്കാരിയുടെ പരാതിയിൽ. കോഴിക്കോട് കോടഞ്ചേരി വേലംകോട് സെയിന്റ് മേരീസ് യാക്കോബായ പള്ളിയിൽ ബസേലിയോസ് ജോസഫ് പ്രഥമൻ കാതോലിക്ക ബാവയ്ക്ക് സ്വീകരണം നൽകി. കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. ജീവകാരുണ്യ സംഘടനയായ രാജീവ് ഗാന്ധി സോഷ്യൽ വെൽഫെയർ ഫൗണ്ടേഷൻ പ്രവർത്തനം തുടങ്ങി. UDF കൺവീനർ അടൂർ പ്രകാശ് MP ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും നിർവഹിച്ചു. എറണാകുളം ജില്ലാ ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന ലീപ്പിന്റെ ഭാഗമായി തൃപ്പൂണിത്തുറ അത്തച്ചമയം നഗറിൽ വോട്ട് ചമയം സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ G പ്രിയങ്ക ഇലക്ഷൻ ഡെസ്ക് ഉദ്ഘാടനം ചെയ്തു. വിരമിച്ച വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥൻ കണ്ണൂർ ധർമ്മടം ബോട്ട് സമീപം രജനശ്രീയിൽ K ചന്ദ്രൻ അന്തരിച്ചു. 72 വയസ്സായിരുന്നു. രമയാണ് ഭാര്യ. മക്കൾ അനീഷ്, നീതു N, മരുമക്കൾ ദൃശ്യ, പ്രഷിത്. പ്രധാന അറിയിപ്പുകൾ നോക്കാം. പുനലൂർ ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് ഒഴിവ്. അഭിമുഖം ഈ മാസം 29-ന്. കോട്ടയം തിരുവാർപ്പ് ഗവൺമെന്റ് ITIയിൽ ഇലക്ട്രീഷ്യൻ വിഭാഗത്തിലേക്ക് ഒഴിവുകളുണ്ട്. അഭിമുഖം ഈ മാസം 29-ന്. തലയോലപ്പറമ്പ് ദേവസ്വം ബോർഡ് കോളേജിൽ MA ഇംഗ്ലീഷ് പ്രോഗ്രാമിലേക്ക് സീറ്റ് ഒഴിവ്. BA ഇംഗ്ലീഷ് പാസ്സായവർ കോളേജിൽ 29-നകം ഹാജരാകണം. കൊച്ചി എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക ഒഴിവ് ഹിന്ദി വിഷയത്തിലേക്ക്. അഭിമുഖം അടുത്ത മാസം 8-ന്. ദേശീയ വാർത്തകൾ. പറ്റ്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് വിപുൽ M പഞ്ചോളിയെ സുപ്രീം കോടതി ജഡ്ജിയായി ഉയർത്താനുള്ള കൊളീജിയം ശുപാർശയിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ച് കൊളീജിയം അംഗം ജസ്റ്റിസ് BV നാഗരത്ന. കൊളീജിയം സംവിധാനത്തിന്റെ വിശ്വാസ്യതയെ അപകടത്തിലാക്കുന്ന നീക്കമാണ് എന്ന് വിമർശനം. BJPക്കെതിരെ രൂക്ഷ വിമർശനവുമായി DMK. മുഖ്യമന്ത്രി MK സ്റ്റാലിനെ തടയുമെന്ന് പറയുന്ന BJP വിഡ്ഢികളുടെ പാർട്ടിയാണെന്നും RSS അവഗണിച്ച ശൂദ്രരുടെ പാർട്ടിയാണ് DMK എന്നും TK's ഇളങ്കോവൻ. മഹാരാഷ്ട്രയിലെ ലാത്തൂരിൽ സ്യൂട്ട്കേസിൽ യുവതിയുടെ മൃതദേഹം. സംഭവം വധാവന പോലീസ് സ്റ്റേഷൻ പരിധിയിൽ. സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പങ്കെടുക്കില്ല. മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികൾ കാരണമാണ് പങ്കെടുക്കാത്തത്. ആം ആദ്മി പാർട്ടി നേതാവ് സൗരഭ് ഭരദ്വാജിന്റെ ഡൽഹിയിലെ വസതിയിൽ ഉൾപ്പെടെ EDയുടെ പരിശോധന. 12 ഇടങ്ങളിൽ പരിശോധന നടത്തി. ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയ്ക്ക് Z+ സുരക്ഷ ഏർപ്പെടുത്തി. CRPF സുരക്ഷ പിൻവലിച്ചതിന് പിന്നാലെയാണ് നടപടി.
കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച ജലാറ്റിൻ സ്റ്റിക്കുകൾ പിടികൂടി. സേലം കൊച്ചി ദേശീയപാതയിൽ മധുരക്കയിൽ നിന്നാണ് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് ജലാറ്റിൻ സ്റ്റിക്കുകൾ പിടികൂടിയത്. രാജ്യാന്തര വാർത്ത. ഈ വർഷം തന്നെ ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നുമായി കൂടിക്കാഴ്ച നടത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കിമ്മുമായി വളരെ നല്ല ബന്ധമാണുള്ളതെന്നും ട്രംപ്. ഇറാൻ അംബാസഡറെ പുറത്താക്കി ഓസ്ട്രേലിയ. നടപടി ഓസ്ട്രേലിയയിൽ ഇറാൻ നേരിട്ട് 2 ജൂതവിരുദ്ധ ആക്രമണങ്ങൾ നടത്തിയെന്നാരോപിച്ചു. റാമല്ലയിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ 24 പേർ കൊല്ലപ്പെട്ടവരിൽ കുട്ടികളും. ഗസയിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ 3 പേർ പട്ടിണി കിടന്ന് മരിച്ചു. ആകെ പട്ടിണി കിടന്ന് മരിച്ചവരുടെ എണ്ണം 303. അമേരിക്കൻ ഫെഡറൽ റിസർവ് ബോർഡ് ഗവർണർ ലിസ കുക്കിനെ ഉടൻ പുറത്താക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലിസ കുക്കിനെ പുറത്താക്കാൻ മതിയായ കാരണങ്ങൾ ഉണ്ടെന്നും ട്രംപ്. ലൈംഗിക അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ എക്സിൽ നിന്ന് നീക്കണമെന്ന് ഇലോൺ മസ്കിനോട് അഭ്യർത്ഥിച്ച് അതിക്രമം നേരിട്ട പെൺകുട്ടി. 20 വർഷം മുൻപ് മൈനറായിരുന്ന സമയത്ത് അമേരിക്കയിൽ വെച്ച് നേരിട്ട ലൈംഗിക അതിക്രമ ദൃശ്യങ്ങൾ ഇപ്പോഴും പ്രചരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് അഭ്യർത്ഥനയുമായി പെൺകുട്ടി രംഗത്തു വന്നത്. തിരികെ 100 ന്യൂസിലേക്ക് ബിസിനസ് ന്യൂസ് നോക്കാം. ഇന്ത്യയിൽ $8 ബില്യൺ നിക്ഷേപിക്കാൻ സുസുക്കി മോട്ടോർ. സുസുക്കിയുടെ ആദ്യ ഇലക്ട്രിക് വാഹനത്തിന്റെ ഉൽപാദനം ഗുജറാത്തിൽ തുടങ്ങി. അമേരിക്കയുടെ പിഴച്ചുങ്കം നാളെ മുതൽ പ്രാബല്യത്തിൽ വരാനിരിക്കെ ആഭ്യന്തര ഉൽപാദനം ശക്തമാക്കാൻ വീണ്ടും ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മേക്ക് ഇൻ ഇന്ത്യ, മേക്ക് ഫോർ ദ വേൾഡ് എന്നതാവണം മന്ത്രമെന്ന് പ്രധാനമന്ത്രി. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക പ്രഖ്യാപിച്ച 50% തീരുവ നാളെ പ്രാബല്യത്തിൽ വരാനിരിക്കെ ഓഹരി വിപണിയിൽ ഇടിവ്. ബാങ്കിംഗ്, പ്രതിരോധ ഓഹരികൾ ഇടിഞ്ഞു. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇടിഞ്ഞു. രൂപയുടെ മൂല്യം 12 പൈസയാണ് ഇടിഞ്ഞത്. ന്യൂസിലാൻഡ് ഫാസ്റ്റ് ബൌളർ വിൽ റോർക്കെ 3 മാസത്തോളം കളിക്കളത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനം നടുവിനുണ്ടായ പരുക്കിനെ തുടർന്ന്. നോക്കാം കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. മലയാള ചിത്രം DAC റയുടെ ടീസർ നാളെ പുറത്തിറങ്ങും. ചിത്രത്തിന് സംവിധാനം ചെയ്യുന്നത് രാഹുൽ സദാശിവനാണ്. മോഹൻലാൽ ചിത്രം ഹൃദയപൂർവ്വത്തിന്റെ ട്രെയിലർ പുറത്ത്. ചിത്രത്തിന്റെ റിലീസ് ഈ മാസം 28-ന്. അത്തം പിറന്നതോടെ MG ശ്രീകുമാർ ആലപിച്ച ഒരു ഓണപ്പാട്ട് ശ്രദ്ധേയമാകുന്നു. മുരളി നിലാംബരി രചിച്ച് PD സൈഗാൾ സംഗീതം പകർന്ന ഗാനത്തിന് ദൃശ്യവൽക്കരണവും ആകർഷകമാണ്. മമ്മൂട്ടി ചിത്രം കളങ്കാവലിന്റെ ടീസർ പുറത്തിറങ്ങുക ഈ മാസം 28-ന്. ടീസർ അപ്ഡേറ്റിനൊപ്പം ചിത്രത്തിന്റെ പോസ്റ്റർ പുറത്തുവിട്ട് അണിയറ പ്രവർത്തകർ. BJP MPയുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിനിടെ പിടിച്ചെടുത്ത പണമെന്ന തരത്തിൽ ചിത്രം പ്രചരിക്കുന്നു. കോൺഗ്രസ് MLA KC വീരേന്ദ്രയുമായി ബന്ധമുള്ള കാസിനോയിൽ നടത്തിയ റെയ്ഡിന്റെ ചിത്രമാണ് തെറ്റായ തലക്കെട്ടിൽ പ്രചരിക്കുന്നത്. നാളെ അറിയാൻ. ആലപ്പുഴ മങ്കൊമ്പ് മൂലം ജലോത്സവ സമിതി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ യോഗം നാളെ. യോഗം നടക്കുക ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ. നോർക്ക റൂട്ട്സിന്റെ എറണാകുളം സർട്ടിഫിക്കറ്റ് ഓതന്റിക്കേഷൻ സെന്ററിൽ നാളെ അപ്ഡേഷൻ സേവനങ്ങൾ ഉണ്ടാകില്ല. സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ് സേവനം നാളെ നിർത്തിവച്ചിരിക്കുന്നത്. കാലിക്കറ്റ് സർവകലാശാലയുടെ പേരാമംഗലത്തെ പഠന കേന്ദ്രത്തിൽ BCA കോഴ്സിൽ സീറ്റ് ഒഴിവ്. പ്രവേശനത്തിനായി നാളെ രാവിലെ കോളേജിൽ നേരിട്ടെത്തണം. കോഴിക്കോട് ചെറുവാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക ഒഴിവ്. ഇംഗ്ലീഷ്, ഉറുദു വിഷയങ്ങളിൽ അഭിമുഖം നാളെ. കണ്ണൂർ പരിയാരം ഗവൺമെന്റ് ഹൈസ്കൂളിൽ അധ്യാപക ഒഴിവ്. ഇംഗ്ലീഷ് വിഷയത്തിലേക്ക് അഭിമുഖം നാളെ നടക്കും. ഇപ്പോൾ കിട്ടിയത്. തൃശൂരിൽ ട്രെയിനിൽ നിന്ന് തെറിച്ചു വീണ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. മരിച്ചത് പട്ടാമ്പി സ്വദേശി വിഷ്ണു. ഇരിങ്ങാലക്കുടയിൽ നിന്ന് പട്ടാമ്പിയിലേക്കുള്ള യാത്രക്കിടെയായിരുന്നു അപകടം. ഹിമാചൽ പ്രദേശിൽ മഴ ശക്തമാകുന്നു. കുളു ജില്ലയിൽ കനത്ത നാശനഷ്ടം. ബിയാസ് നദി കരകവിഞ്ഞൊഴുകിയതോടെ ചണ്ഡീഗഡ് മണാലി ദേശീയപാത തകർന്നു. കൈക്കൂലി വാങ്ങുന്നതിനിടെ ഡൽഹി പോലീസ് ഹെഡ് കോൺസ്റ്റബിൾ അറസ്റ്റിൽ. 1 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് രാജ്കുമാറിനെ CBI അറസ്റ്റ് ചെയ്തത്. പ്രതിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടണമെന്ന് CBI ആവശ്യപ്പെട്ടു. ഇതോടെ 100 ന്യൂസ് പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്.